അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട വാവാട് കോയക്കുട്ടി മുസ്ലിയാർ അവർകളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളെ, യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങൾ അവർകളെ, ആരെയും പേരെടുത്ത് ഒരുപാട് നമ്മുടെ ഉണ്ട്. അതുപോലെ മുസ്തഫൽ ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, എല്ലാ പണ്ഡിത നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് നമ്മുടെ MLA മമ്മുണ്ണി ഹാജിയെയും ഞാൻ സ്വാഗതം ചെയ്യുകയും 30ാം വാർഷികം ആഘോഷിക്കാൻ വിഘടിതർ മുന്നോട്ട് വന്നതിന്റെ പേരിലാണ്. അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് വിഘടിതർ നടത്തിയ വാർഷിക പരിപാടി തീർത്തും സംവാദത്തിൽ പങ്കെടുത്ത AP ഉസ്താദും KP യുമല്ലാതെ വാർഷികം നടത്തിയവർ ആരും സംവാദത്തിൽ ദീർഘചർച്ചകളായിരുന്നില്ല. ഈ കാര്യം ആശംസ നേർന്ന സുമൻ സഖാഫി പറഞ്ഞത്, ഇവിടെ സമ്മേളിച്ച നിങ്ങളാരും ആ സംവാദത്തിൽ ദീർഘസാക്ഷികൾ അല്ലെന്നുമാണ്. ഞാൻ തന്നെ മലയാള മനോരമയിൽ നിന്ന് മക്കത്ത് വെച്ച് സംവാദം മനസ്സിലാക്കിയതാണ്. അപ്പോൾ സുലൈമാൻ സഖാഫി തന്നെ ആ യോഗത്തിൽ സമ്മതിച്ചതുകൊണ്ട് വാർഷികം നടത്തിയവർ ആരും തന്നെ അതിന്റെ അവകാശികളല്ല എന്നുള്ളതാണ്. KP ബീരാൻകുട്ടി ഹാജിയുമായ KP മൊയ്തീൻകുട്ടി ഹാജിയുടെ കല്യാണത്തിൽ ഹജ്ജ് ഹൗസിൽ വെച്ച് ഞാനും ബീരാൻകുട്ടിയുമായി കണ്ടപ്പോൾ ഈ സംവാദം രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് നടത്തിക്കൂടെ എന്നോട് അഭിപ്രായം പറയുകയുണ്ടായി. പക്ഷേ ഞാൻ പറഞ്ഞു, നോട്ടീസ് അടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയം നിശ്ചയിച്ചു. ഇതിന്റെ ശേഷം അങ്ങനെ ഒത്തുകൂടിയിട്ടുള്ള ഒരു പരിപാടി നടത്താൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുകയാണുണ്ടായത്. പിന്നെ ഒരു കാര്യം ബീരാൻകുട്ടി എന്ന് പറഞ്ഞത്, 3 ദിവസവും AP യാണ് മറുപടി പറഞ്ഞത്. പന്ത് കളിയിൽ കോളടിച്ചവരല്ല കൂടി ആ ക്ലബിനാണ് കളിക്കു വേണ്ടി ലക്ഷ്യങ്ങൾ കൊടുത്തു കൊണ്ടുവരുന്നവർ. കോളടിച്ചാൽ അതിന്റെ കൂടി ബാധ്യത ആ കോളടിച്ച ആൾക്കല്ല എന്ന്. നേരെ മറിച്ച് ആരാണോ, ഏത് ക്ലബാണോ ആ പന്ത് കളി നടത്തിയത് എന്നുണ്ടെങ്കിൽ ആ പന്ത് കളിയിൽ വിജയം കിട്ടിയാൽ ആ ക്ലബിന്റെ പേരിലാണ് അതിനറിയപ്പെടുക എന്നതുപോലെ AP 3 ദിവസവും മറുപടി പറഞ്ഞതിലും ചോദ്യം ചോദിച്ചതിലും ആണ് കോളടിച്ചതെങ്കിൽ തീർച്ചയായും അതിന്റെ പേര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കാണ് എന്ന കാര്യത്തിൽ തർക്കം. ഒരു കാര്യം ഇവിടെ അന്ന് വിശദീകരിക്കേണ്ടായി. അങ്ങനെ എങ്ങനെയാണ് ഈ കൊട്ടപ്പുറം സംവാദം ഉണ്ടായത്? കൊട്ടപ്പുറത്ത് മുജാഹിദുകൾ നടത്തിയ പ്രസംഗ പരമ്പര. കാരണം ഞാൻ പ്രസിഡന്റും KC ബീരാൻകുട്ടി മുസ്ലിയാർ സെക്രട്ടറിയുമായ സുന്നി യുവജന സംഘം പ്രവർത്തകർ 4 ദിവസത്തെ പ്രസംഗ പരിപാടി ഇതിനെതിരെ സംഘടിപ്പിച്ചു. 83 ജനുവരി 6, 7, 8, 9 തീയതികളിൽ 1ാം ദിവസം KK അബ്ദുറഹിമാൻ മുസ്ലിയാരും 2ാം ദിവസം കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരും പിന്നെ അണ്ടോണം മൊയ്തീൻകുട്ടി മുസ്ലിയാരും പ്രഭാഷണം നടത്താൻ തീരുമാനിച്ചതിൽ 2ാം ദിവസം ജനുവരി 7-ന് പ്രസംഗം നടത്തിയ കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ മറുപക്ഷത്തിന്റെ വെല്ലുവിളി പരസ്യമായി സ്വീകരിച്ചു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ മുജാഹിദുകളുടെ മറുപ്രകാരം ഞാൻ AP ഉസ്താദിനെ സംസാരിച്ച് പരിപാടി ഒക്കെ സംഘടിപ്പിച്ചു. സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് പെർമിഷൻ ക്യാൻസൽ ചെയ്യിക്കൽ മുജാഹിദുകളുടെ പരിപാടിയാണ്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ MLA
ഇടപെട്ട് മുടക്കും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സീതി ഹാജി MLA ആണെങ്കിൽ പെർമിഷൻ ഞാൻ വാങ്ങിയിരിക്കും, എന്നാൽ ഞാൻ സംവാദത്തിനും റെഡിയാണ് എന്ന് പറയുകയാണ് AP ചെയ്തത്. അത് പ്രകാരം ഞാനും ചെറിയാപ്പും കോട്ട അലവിക്കുട്ടി ഹാജിയും എന്നാണ് എന്റെ ഓർമ്മ ഷംസുൽ ഉലമയെ ചെന്ന് കണ്ടു. വിവരം പറഞ്ഞപ്പോൾ അത് മുജാഹിദുകൾക്ക് കുറെ ആളുകളെ കൂട്ടാനുള്ള പരിപാടിയാണ്, ഏതായിരുന്നാലും നിങ്ങൾ APയെയും നമ്മുടെ പണ്ഡിതന്മാരെയും കണ്ട് സംഗതി നടത്തിക്കോളൂ എന്ന സമ്മതം വാങ്ങി. അതുപ്രകാരം 83 ജനുവരി 8 വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ കൊട്ടപ്പുറം അങ്ങാടിയിലെ മുസ്ലിം ലീഗ് ഓഫീസിൽ ഇരുപക്ഷം യോഗം ചേർന്നു. KK അബ്ദുറഹിമാൻ മുസ്ലിയാർ, കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അണ്ടോണം മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മധ്യസ്ഥനായ മാത്തോട്ടം മുഹമ്മദ് കോയ, ഞാനുൾപ്പെടെ 8 പേർ ആ പക്ഷത്തും സുന്നിപക്ഷത്തും അഹീദ് തങ്ങൾ തുടങ്ങി ഞാൻ സുന്നിപക്ഷത്തും PV കുഞ്ഞിക്കോയ മാസ്റ്റർ മറുപക്ഷത്തും നിന്നുള്ള കൺവീനർമാരായി സംയുക്ത കമ്മിറ്റിക്ക് ഈ യോഗം രൂപം നൽകി. 83 ഫെബ്രുവരി 1 മുതൽ 4 വരെ പരിപാടി നടത്താനും തീരുമാനമുണ്ടായി. വിഷയം, സമയം, അടിസ്ഥാന പ്രമാണങ്ങൾ തുടങ്ങിയ ഈ യോഗത്തിലായിരുന്നു. സംവാദത്തിനിടയ്ക്ക് 4 തവണ കമ്മിറ്റിയുടെ യോഗം ചേർന്നിട്ടുണ്ട്. ജനുവരി 11 യോഗം സംവാദ സ്ഥലം തീരുമാനിച്ചു. ഇരു കൂട്ടർക്കും ഒരു സ്റ്റേജ് മതി എന്ന വിചിത്രമായ ഒരാവശ്യം ഈ യോഗത്തിൽ മുജാഹിദുകൾ മുന്നോട്ട് വെച്ചു. മുജാഹിദുകളുടെ സുരക്ഷിതത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ കാര്യം അംഗീകരിക്കപ്പെട്ടു. ഓരോ ദിവസവും ഇരിപ്പിടം പരസ്പരം മാറാനും 2 കൺവീനർമാർ ചേർന്ന് മൈക്ക് പെർമിഷൻ നേടാനും തീരുമാനമായി. അങ്ങനെയാണെങ്കിലും ഞാൻ ഏകപക്ഷീയമായി തന്നെ മൈക്ക് പെർമിഷൻ വാങ്ങി. പ്രത്യേകമായി നമ്മുടെ അന്ന് കൊണ്ടോട്ടിയിലെ CI നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞങ്ങളിങ്ങനെ കൊട്ടപ്പുറത്ത് ഉരുളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിന് മൈക്ക് പെർമിഷൻ തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു വലിയ സംഭവമാണ്, ഒരു മൈക്ക് പെർമിഷൻ, അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ അത് നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് പോലീസിന്റെ ആവശ്യമില്ല, ഞങ്ങളെ വളണ്ടിയർമാർ ആ കാര്യം ഭംഗിയായി നടത്തിക്കൊള്ളും, നിങ്ങളൊരു പെർമിഷൻ മാത്രം തന്നാൽ മതി എന്ന് CIയോട് പറഞ്ഞപ്പോൾ CI അപ്പൊ തന്നെ എടുത്തുള്ള സബ് ഇൻസ്പെക്ടറോട്, എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചുമത്തോളൂ, കാര്യങ്ങളൊക്കെ അയാൾ നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് പെർമിഷൻ അനുവദിച്ച് തരികയാണ് ഉണ്ടായത്. ഒരു സംവാദത്തിന് അങ്ങനെ ഒരു പെർമിഷൻ അനുവദിച്ചു കൊടുക്കുന്ന സമ്പ്രദായം വളരെ ദുർലഭമാണ്. എന്നാൽ കൂടി അങ്ങനെ ഒരു പെർമിഷൻ തരികയും അതുപ്രകാരം ഞങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്യുകയും ചെയ്തായി. ഇരുപക്ഷത്തു നിന്നും 100 പേരടങ്ങിയ വളണ്ടിയർ സംഘം രൂപീകരിക്കുക, ഓരോ പക്ഷത്തു നിന്നും 2 വീതം മധ്യസ്ഥന്മാരും 10 പണ്ഡിതന്മാരും കൂടി 25 കുറയാത്ത അംഗങ്ങൾക്കും സ്റ്റേജിൽ ഇരിക്കാം. പ്രചാരണത്തിന് പത്രങ്ങളിൽ വാർത്ത കൊടുക്കുക, നോട്ടീസ് അടിച്ചിറക്കുക, സ്റ്റേജും പന്തലും 1300 രൂപയ്ക്ക് കരാർ കൊടുക്കുക, സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും വളണ്ടിയർമാർക്കും പ്രത്യേക ബാഡ്ജ്. വളണ്ടിയർമാരുടെ യോഗം ജനുവരി 30 കൊട്ടപ്പുറം ഹുജ്ജത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് ചേരുക. സ്റ്റേജിൽ ഇരിക്കേണ്ടവരുടെ ലിസ്റ്റ് ജനുവരി 30 പരസ്പരം കൈമാറുക. പണ്ഡിതന്മാരുടേത് അതാതു ദിവസങ്ങളിൽ രാത്രി 7 മണിക്കും കൈമാറുക. ഓരോ ഭാഗത്തും ഓരോ ടേപ്പ് എടുക്കുക. പരിപാടി തുടങ്ങും മുമ്പ് 2 കൺവീനർമാരും 10 മിനിറ്റ് നേരം സദസ്സിനെ സ്വാഗതം ചെയ്യുകയും അച്ചടക്കത്തോടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്യുക. ഇരുകൂട്ടരും സ്റ്റേജിൽ പ്രവേശനം രാത്രി 8 മണിക്കാണ്. മധ്യസ്ഥന്മാർക്കായി 2 കാളിംഗ് ബെൽ, സ്റ്റേജിൽ 2 പെട്രോൾ മാക്സ്. ഇതൊക്കെ അന്നത്തെ തീരുമാനങ്ങളാണ്. ത്തിന്റെ വാദം, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, കന്യാമറിയമ്മയെ അനുഗ്രഹിക്കണമേ, ലാത്തെ സഹായിക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാകുന്നു. സുന്നിപക്ഷത്തിന്റെ വാദം, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു മുസ്ലിംകൾക്കിടയിൽ നടന്നുവരുന്ന ഇസ്തിഗാസ അനുവദീയമാണെന്നും ലാത്തെ ഉസ്സെ എന്ന് വിളിച്ചു സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിംകളുടെ നടപടി അല്ലെന്നും സുന്നിപക്ഷം വാദിച്ചു.
മുജാഹിദ് പക്ഷത്തിന്റെ വാദം അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നു. സുന്നിപക്ഷത്തിന്റെ വാദം അംബിയ, ഔലിയ, സാലിഹീങ്ങൾ എന്നീ മഹാന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിനേക്ക് തവസ്സുൽ ചെയ്യുന്നത് അനുവദനീയമാണ് എന്നായിരുന്നു സുന്നിപക്ഷത്തിന്റെ വാദം. അങ്ങനെ ഓരോ ദിവസവും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതും തുടർന്ന് 1.5 മണിക്കൂർ ചോദ്യോത്തരം നടക്കുന്നതുമാണ്. അനന്തരം മറുപക്ഷം വിഷയം അവതരിപ്പിച്ചു അരമണിക്കൂർ സംസാരിക്കുന്നതും തുടർന്ന് 1.5 മണിക്കൂർ ചോദ്യോത്തരം നടക്കുന്നതുമാണ്. ഒരു ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരത്തിന് 3 മിനിറ്റുമാണ് അനുവദിച്ചത്. വിഷയം ചോദ്യം ഉന്നയിക്കുന്നതും വിഷയം അവതരിപ്പിക്കുവാൻ മറുപടി പറയുന്നതുമാണ്. നറുക്കിട്ടു തീരുമാനിച്ചതനുസരിച്ചു 1-ാം ദിവസം മുജാഹിദ് പക്ഷം, 2-ാം ദിവസം സുന്നിപക്ഷം, 3-ാം ദിവസം മുജാഹിദ് പക്ഷം, 4-ാം ദിവസം സുന്നിപക്ഷം. വാദപ്രതിവാദത്തിന് സ്വീകരിക്കുന്ന തെളിവുകൾ: 1 വിശുദ്ധ ഖുർആൻ, 2 സഹീഹായ ഹദീസ്, 3 സ്ഥിരപ്പെട്ട ഇജ്മാഅ്, 4 വ്യക്തമായ ഖിയാസ്. സ്ഥലം, സ്റ്റേജ് മുതലായവ ഒരുക്കുന്നതിന് സുന്നിപക്ഷത്ത് ഞാനും മുജാഹിദ് പക്ഷത്ത് കുഞ്ഞിക്കോയ മാസ്റ്ററും അല്ലാതെ ഇന്നലെ ഈ സംവാദം നടത്തിയ ആ സ്റ്റേജിലുള്ള ആളുടെ കൺവീനർമാരുമായിട്ടുള്ള ചെയർമാനുമായിട്ടുള്ള ആളുകളൊന്നും തന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്ന് സ്റ്റേജിൽ സന്നിഹിതരായ പണ്ഡിതരെയും പ്രതിനിധികളെയും സഭയിൽ പരിചയപ്പെടുത്തി. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, KK അബൂബക്കർ ഹസരത്ത്, കാന്തപുരം AP അബൂബക്കർ, K ബാബ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അണ്ടോണ മുഹിയുദ്ദീൻ മുസ്ലിയാർ, പൊന്മണ P അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, MP മുസ്തഫൽ ഫൈസി, KK അബ്ദുറഹിമാൻ മുസ്ലിയാർ, കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങി പ്രതിനിധികളായ KP മൊയ്തീൻകുട്ടി ഹാജി, അരീക്കാട്ട് മൂസ ഹാജി, PC അലവിക്കുട്ടി, KP ബീരാൻകുട്ടി ഹാജി, കരിമ്പൻ ഉലാം മൊയ്തീൻ, പയമ്പ്രോട്ട് പോക്കരുട്ടി, അഴുകാട്ട് മൊയ്തീൻകുട്ടി, KP ആലി ഹാജി, പത്തായക്കണ്ടി അഹമ്മദ് തുടങ്ങി AP അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി സുന്നിപക്ഷത്തും, AP അബ്ദുൽ ഖാദർ മൗലവി, CP ഉമർ സുല്ലമി, TP അബ്ദുൾ റസാഖ് തുടങ്ങി പ്രതികളടക്കം 25 പേരും അണിനിരന്നു. മുൻ തീരുമാനം അനുസരിച്ച് മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ഉമർ സുല്ലമി വിഷയം അവതരിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്നു. വാദപ്രതിവാദം 1-ാം ദിവസം ഇസ്തിഗാസ എന്ന വിഷയം മുജാഹിദ് ഭാഗത്തു നിന്നു വേണ്ടി CP ഉമർ സുല്ലമി അവതരിപ്പിക്കുന്നു. സുന്നി പണ്ഡിതന്മാരുടെ തലപ്പാവിനെ വിമർശിക്കുന്ന മൗലവി ചെവിയടക്കം മൂടിക്കെട്ടിയ ഉഗ്രം തലപ്പാവുമായിട്ടാണ് രംഗത്ത് വന്നത്. അരമണിക്കൂർ വിഷയാവതരണം നീണ്ടുനിന്നു. മുൻ തീരുമാനമനുസരിച്ച് സുന്നിപക്ഷത്തിൽ നിന്ന് വിഷയം അവതരിപ്പിക്കാൻ നാട്ടിക മൂസ മുസ്ലിയാർ എഴുന്നേറ്റ് നിന്നു. അരമണിക്കൂർ നീണ്ടുനിന്നു. AP ഉസ്താദു സുന്നിപക്ഷത്തിനു വേണ്ടി, മുജാഹിദ് വിഭാഗത്തിനു വേണ്ടി AP ഉസ്താദ് സുന്നിപക്ഷത്തിനു വേണ്ടി ചോദ്യം ഉന്നയിക്കുന്നു. മുജാഹിദ് പക്ഷ വിഭാഗത്തിനു വേണ്ടി AP അബ്ദുൽ ഖാദർ മുസ്ലിയാർ മറുപടി പറയുന്നു. 2 മിനിറ്റ് ചോദ്യങ്ങൾക്കും 3 മിനിറ്റ് ഉത്തരങ്ങൾക്കും. ഈ സംവാദം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയുമായുള്ള 2 സംഘടനകളുടെയും സമ്മതപത്രം ആവശ്യമാണ്. ഈ വിഷയം ശംസുൽ ഉലമയെ അറിയിച്ചപ്പോൾ കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സമ്മതപത്രം മേടിച്ചാലാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സമ്മതപത്രം വാങ്ങണം എന്ന് പറയുകയും അതുപ്രകാരം ഞങ്ങൾ സമ്മതപത്രം വാങ്ങുകയുമാണ് ഉണ്ടായത്. സംവാദം തുടങ്ങുന്നതിന് മുമ്പ് ശംസുൽ ഉലമയോട് ആശീർവാദം വാങ്ങുന്നതിന് KK അബ്ദുറഹിമാൻ മുസ്ലിയാരും AP അബൂബക്കർ മുസ്ലിയാരും കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിം EKയുടെ വീട്ടിൽ ചെന്നു. ആശീർവാദം വാങ്ങിയതിൽ EK APയോട് പറഞ്ഞത്, സുന്നിപക്ഷത്തിൽ നിന്ന് 1-ാം ചോദ്യം ശിർക്കിന്റെ നിർവചനം എന്തെന്ന് ചോദിക്കണം എന്നായിരുന്നു. ശംസുൽ ഉലമ ഏൽപ്പിച്ച ചോദ്യമാണ് AP ചോദിച്ചതും. ശംസുൽ ഉലമയുടെ ആശീർവാദമാണ് ആ സംവാദം വിജയിക്കാൻ കാരണവും. ഹസൻ മുസ്ലിയാരുടെയും അതുപോലെ അവിടെ നിന്ന് പോരുമ്പോൾ ഹസൻ മുസ്ലിയാരുടെയും സിയാറത്ത് നടത്തിക്കൊണ്ടാണ് AP കൊട്ടപ്പുറത്തേക്ക് വന്നത്.
ചുരുക്കി പറഞ്ഞാല് 10 പണ്ഡിതന്മാരെ സ്റ്റേജിൽ ഇരുത്തിയത് കിതാബുകൾ നോക്കി ആവശ്യമായ ചോദ്യങ്ങളും മറുപടിയും എപിക്ക് പറഞ്ഞു കൊടുക്കാനും അതുപ്രകാരം എപി ഉസ്താദ് സംവാദം നടത്താനുമായിരുന്നു. അതുപോലെ വിഷയ മൂസ മുസ്ലിയാരെയും അണ്ടോണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെയും ഏൽപ്പിച്ചതുമാണ്. എന്നാൽ 30ാം വാർഷിക സമ്മേളനത്തിൽ ആശംസകൾ നേർന്ന മുസ്ലിയാർമാരെല്ലാം ഈ സംവാദ വിജയം ഒരാളിൽ നിക്ഷിപ്തമാണെന്ന് മാത്രം വരുത്തിത്തീർത്തു. എപി ഉസ്താദ് ഞാൻ മാത്രമാണ് വിജയത്തിന്റെ ആള് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ സംവാദത്തിന്റെ ആള് എപി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ സമ്മേളനം നടത്തിയത്. ഞാന് ഒരു കാര്യം എപി ഉസ്താദ് എല്ലാവരും മുഖസ്തുതി പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിജയമായിരുന്നു ഈ സംവാദം എന്ന് അവിടെ ആശംസകൾ നേർന്ന എല്ലാവരും പറയുകയുണ്ടായി. ഒരു ചെറിയ ഹദീസ് തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദുമാര് ചിരിച്ചും എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇദാ റഅയ്ന ഫഹസു ഫീ വുജൂഹിഹിം ഖുറാബ് റവാഹു മുസ്ലിം. കൂടുതലായി പുകഴ്ത്തി പറയുന്നവരെ നിങ്ങൾ കണ്ടാൽ അവരുടെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരിയിടണം എന്നാണ് ഈ ഹദീസിന്റെ ചുരുക്കം. അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏപ്പിനെ ഇരുത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള സംഗതികളാണ് അവിടെ നടന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ റസൂലിന് കൂടും ഇഷ്ടപ്പെടാത്ത കുറെ പണ്ഡിതന്മാരാണല്ലോ അവിടെ ആശംസ നേർന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ആ സംവാദം പോലെ 2 മിനിറ്റ് ചോദ്യവും 3 മിനിറ്റ് ഉത്തരവുമായി ഒരു സംവാദം അതിന്റെ മുമ്പും പിമ്പും നടന്നിട്ടില്ല. ഈ സംവാദം സംഘടിപ്പിച്ചു 3ാം ദിവസം പിരിഞ്ഞ എപി ഉസ്താദിനെയും മറ്റു പണ്ഡിതന്മാരെയും എന്റെ അനുജൻ ആലിക്കുട്ടിയുടെ വീട്ടിൽ എത്തിക്കുന്നതുവരെ ഞാൻ ഒപ്പമുള്ള ആളായിരുന്നുവെന്ന് എല്ലാവരെക്കാളും എപിക്കറിയായിട്ടും ഈ സംവാദം സംഘടിപ്പിക്കുന്നതിലും മറ്റും ഞാനുണ്ടായിരുന്നു എന്ന് പറയാൻ സന്മനസ് കാണിച്ചില്ല എന്നത് വല്ലാത്തൊരു അത്ഭുതമായി ഞാൻ കാണുന്നേയുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഈ സംവാദ സമസ്ത പിരിഞ്ഞിട്ടില്ല, എപി സമസ്തയിലുണ്ട്. എപി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിശിഷ്യ ഇൽമിന്റെ ബഹറായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുപോലെ തന്നെ നമ്മളെ സ്പീക്കറുടെ പെർമിഷനൊക്കെ വാങ്ങി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള വിജയം സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് 10 പണ്ഡിതന്മാരെ നമ്മൾ ആ സ്റ്റേജിലിരുത്തിയത്? അവർ പിറകെ ഇരുന്നുകൊണ്ട് കിതാബുകൾ മറിച്ച് ചോദ്യങ്ങൾ എപിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ശംസുൽ ഉലമ ആശീർവാദം കൊടുത്ത് പറഞ്ഞിട്ടുള്ള ചോദ്യം മാത്രമാണ് എപി ആദ്യമായി തുടങ്ങിയത്. അതുകൊണ്ടൊക്കെ തന്നെയും ഇതിന്റെ പിന്നിൽ വിജയം സമസ്തക്കും ശംസുൽ ഉലമക്കുമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതൊരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിലെ ആദ്യം മുതൽക്ക് തന്നെ എപിയുമായി ബന്ധപ്പെട്ട് ഞാൻ എപിയോട് ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ പെർമിഷൻ കിട്ടുകയില്ല, കിട്ടിയാൽ തന്നെ അത് ശരിയാക്കി ഇടപെട്ട് അത് മുടക്കും എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഞാൻ ഏറ്റെടുത്തു. പ്രത്യേകിച്ചും മുജാഹിദ് വിഭാഗക്കാരും സ്പീക്കറിന്റെ പെർമിഷൻ ഞാൻ വാങ്ങിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ശരിയാക്കി MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച് പെർമിഷൻ വാങ്ങാൻ എനിക്കാണ് കൂടുതൽ സൗകര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ആ സംവാദം സംഘടിപ്പിച്ചത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇവിടെ ഈ സമ്മേളനം വളരെ വിജയമാക്കി തന്ന മുഴുവൻ ആളുകളെയും അതുപോലെ നമ്മുടെ സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാരും ഏതാണ്ട് നമ്മുടെ സ്റ്റേജിലുണ്ട്. നമ്മുടെ സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ പിന്നെ നമ്മളെ പണ്ഡിതനറിയും
കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ നയിക്കുന്ന സമസ്ത ഇന്ന് കോയക്കുട്ടി മുസ്ലിയാരുടെയും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സമസ്തയിലാണ് നമ്മളുള്ളത്. ഈ സമസ്തയുടെ ശക്തി വിളിച്ചോതിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളും സന്നിഹിതരാവണം, ഒരുങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ശംസുലുലമ എ കെ അബൂബക്കർ മുസ്ലിയാർ, എ കെ ഹസൻ മുസ്ലിയാർ മുതലായ പണ്ഡിതന്മാരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായി പ്രകാശിപ്പിക്കട്ടെ. അതുപോലെ ഇന്ന് നമ്മുടെ നേതൃത്വത്തിലുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോയക്കുട്ടി മുസ്ലിയാർ തുടങ്ങി പാപ്പു മുസ്ലിയാർ തുടങ്ങി മുഴുവൻ പണ്ഡിതന്മാർക്കും ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ ദീർഘായുസ്സും ആരോഗ്യവും സംശുദ്ധനായ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഒത്തുകൂടിയ നമ്മളൊക്കെ തന്നെയും ദീനിന് വേണ്ടി സേവനം ചെയ്ത് അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഒക്കെയും ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദ്വായിരുന്നുകൊണ്ട് ഇതിൽ വല്ല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തരണമെന്നും അത് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.